പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നു. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. പുതിയ നിയമത്തിൽ ഉണർന്നിരിപ്പീൻ എന്നുള്ള പ്രബോധനം പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. വിശ്വാസത്തോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുമാണ് ഉണർന്നിരിക്കേണ്ടത്. ദൈവവചനത്തിൽ എപ്പോഴും ഒരു ദൈവത്തിനെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു ഉപദേശമാണ് ഉണർന്നിരിപ്പീൻ എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് ഇത്. കൊരിന്ത്യ സഭയിലെ ആപൽക്കരമായ ഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു വാക്യശകലമാണ് നാം ഇവിടെ കേട്ടത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഏതിനൊക്കെയാണ് നാം ഉണർന്നിരിക്കേണ്ടത്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നാം ഉണർന്നിരിക്കണം. മത്തായി 26:41. കർത്താവിൻ്റെ വരവ് അപ്രതീക്ഷിതമായതിനാൽ നാം ഉണർന്നിരിക്കണം. മർക്കോസ് 13:33. പ്രതിയോഗിയായ പിശാച് ഉള്ളതുകൊണ്ട് നാം ഉണർന്നിരിക്കണം. 1 പത്രോസ് 5:8. എന്നിത്യാദി കാര്യങ്ങളിൽ എല്ലാം ഉണർന്നിരിക്കണം എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിശാചിൻ്റെ പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്നാൽ അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമുക്ക് ജയം നേടാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു ദൈവപുത്രനെയാണ് പിശാചിന് വളരെ പേടിയുള്ളത്. പ്രാർത്ഥന ഒരു ആയുധമാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ട് സദാസമയവും പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ഉണർന്നിരിക്കുന്ന, ജാഗരിക്കുന്ന വ്യക്തികളായി നാം തീരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുന്ന, ദൈവകൃപയിൽ നിന്ന് നമ്മെ അകറ്റുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിച്ച് അലർന്ന സിംഹമെന്ന പോലെ അലറിയെടുക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് പോരാടി ജയിക്കണമെങ്കിൽ നാം സദാസമയം ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നാം വിശുദ്ധരായിരിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് വശത്തുകൂടെയും പിശാചിന് നമ്മളോട് പോരാടാൻ കഴിയുന്നുണ്ട്. പിശാചിന് നാം ഇടം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചുറ്റുപാട് മുഴുവനും പ്രാർത്ഥനയുടെ മതിൽ കെട്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമുക്ക് ഒരു തീമതിലായി തന്നെ നിൽക്കും. നമ്മുടെ നന്മയെ മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തെ പോലും ക്ഷയിപ്പിക്കുന്ന നമ്മുടെ തലമുറയെ അവരുടെ വിദ്യാഭ്യാസത്തിൽ പരമായി അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പലതിനും അവരെ അഡിക്റ്റാക്കി പോരാടുന്ന പോരാട്ടങ്ങൾ അവരുടെ ആത്മീയ ഭൗതിക നന്മയുടെ മേലെല്ലാം ശത്രു അപഹരിച്ചു കൊണ്ടുപോകും മുൻപേ അതിനോട് പോരാടി ജയിക്കാൻ ദർശനമുള്ളവരായി നാം ആയിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ വരവ് അപ്രതീക്ഷിതമായതുകൊണ്ട് കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നാം കാത്തിരിക്കുന്നവരാണല്ലോ. സദാസമയം നാം ഒരുങ്ങിയിരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. വിളക്കിൽ എണ്ണയുള്ളവരായി അത് പരിശോധിച്ചുകൊണ്ട് 5 കന്യകമാരെ പോലെ വിളക്ക് എടുത്ത് കർത്താവിനെ എതിരേറ്റതുപോലെ നാം ഓരോരുത്തരും, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ആരും കൈവിടപ്പെടാതെ പോകാതിരിക്കേണ്ടതിന് ഉണർന്ന് ആത്മീയത്തിൽ നാം ശക്തരായി തീരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.